ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജമ്മുകാശ്മീരിൽ 3 സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് നടപടി സ്വീകരിച്ചത്. പോലീസ് കോൺസ്റ്റബിൾ മാലിക് ഇഷ്ഫാഖ് നസീർ, സ്കൂൾ അധ്യാപകൻ അജാസ് അഹമ്മദ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജൂനിയർ അസിസ്റ്റന്റ് വസീം അഹമ്മദ് ഖാൻ എന്നിവരെയാണ് ലഫ്റ്റനന്റ് ഗവർണർ പിരിച്ചുവിട്ടത്. ഇവർക്ക് പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. നടപടികളുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി. പാക് ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജമ്മുകശ്മീരിൽ 3 സർക്കാർ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഭീകര വിരുദ്ധ നടപടികൾ വളരെ കൃത്യമായി പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെയും CRPFന്റെയും ഭാഗത്തുനിന്ന് ഭീകര വിരുദ്ധ ഓപ്പറേഷനുകൾ സജീവമായി മുൻപോട്ട് കൊണ്ടുപോവുകയും അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്യുന്നതോടൊപ്പമാണ് ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ വളരെ കൃത്യമായി സർക്കാർ തലത്തിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായി പാക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജമ്മുകശ്മീർ പോലീസ് കോൺസ്റ്റബിൾ മാലിക് ഇഷ്ഫാഖ് നസീർ, കൂടാതെ സ്കൂൾ അധ്യാപകൻ അജാസ് അഹമ്മദ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജൂനിയർ അസിസ്റ്റന്റ് വസീം അഹമ്മദ് ഖാൻ എന്നിവരെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഈ 3 സർക്കാർ ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിട്ടതായി ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ആ ഓർഡറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പാക് ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇതിന് പിറകെയുള്ള നിയമ നടപടികൾ ഇവർക്കെതിരെ ഇപ്പോൾ പിരിച്ചുവിട്ട ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ കൂടി ശക്തമാക്കി ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി അവർക്കുമായി ആശയവിനിമയം നടത്തുകയും അവർക്ക് വിവരങ്ങൾ കൈമാറുകയും ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജമ്മു കശ്മീരിൽ 3 സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാർ ജീവനക്കാരെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. ജിഷ്ണു, ഈ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് തന്നെ തദ്ദേശമായ പിന്തുണ ഈ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളും വ്യാപകമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ നടപടികൾ നോക്കിക്കാണാൻ, അല്ലേ? ജമ്മു കശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നേരത്തെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളാണെങ്കിലും ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണമാണെങ്കിലും അതിനെല്ലാം പ്രാദേശികമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിവിധ തരത്തിൽ ഒന്നുകിൽ ഈ ഭീകരർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിച്ചു നൽകുന്നത്, മൊബൈൽ ഫോണുകളും സിം കാർഡുകളും എത്തിച്ചു നൽകുന്നത്, അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള വഴി, താമസിക്കാനുള്ള സൗകര്യം, ആയുധങ്ങൾ എത്തിച്ചു നൽകുക, അത്തരത്തിൽ വിവിധ തരത്തിലുള്ള സഹായം പ്രാദേശികമായി മുൻപ് അത് വലിയ രീതിയിൽ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് കശ്മീർ ജനത മാറുന്നു എന്ന് പറയുമ്പോഴും വളരെ ചെറിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഇത്തരത്തിൽ ഭീകരതയ്ക്ക് സഹായം നൽകിക്കൊണ്ട് ജമ്മു കാശ്മീരിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് അന്വേഷണ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം ആളുകളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരിക എന്ന വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ 3 ജീവനക്കാരും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടു എന്ന് കണ്ടെത്തുകയും ലഫ്റ്റനന്റ് ഗവർണർ അവരെ പിരിച്ചുവിട്ട നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.